പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ നോഹയോട് ദൈവം പറഞ്ഞപ്പോൾ നോഹ ചിന്തിച്ചത് പിന്നെ ഞാനും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമായിരിക്കും ഞാനൊരു പെട്ടകം ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, രക്ഷിക്കപ്പെടുന്ന ഏത് മനുഷ്യനും ദൈവത്തെ അന്വേഷിക്കുന്ന ഏത് മനുഷ്യനും കയറി താമസിക്കാൻ തക്കവണ്ണം വലിയ ഒരു പെട്ടകമാണ് നോഹയെ കൊണ്ട് ദൈവം ഉണ്ടാക്കിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ദൈവം നോഹയ്ക്കയുടെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല ഈ പെട്ടകം പണിതത്. ഇന്ന് അവിടെ മരിച്ചുപോയ സകല മനുഷ്യനും വേണ്ടിയാണ് ഇത് പണിതത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആർക്കും അതിന് മനസ്സില്ലായിരുന്നു. ഹല്ലേലൂയ. അവരാരും നോഹയുടെ സുവിശേഷം കേട്ടില്ല. പക്ഷേ നോഹയുടെ സുവിശേഷം ആരും കേട്ടില്ലെങ്കിലും നോഹ പ്രസംഗം നിർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും പലപ്പോഴും പല അഭിഷിക്തന്മാരും അവരുടെ ശുശ്രൂഷയിൽ മടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ നോഹയും അതുപോലെ പലപ്പോഴും ചിന്തിച്ച് കാണും, ഞാൻ പ്രസംഗിച്ചു, ആരും കൈവക്കുന്നില്ല, ആരും രക്ഷയേറ്റു പറയുന്നില്ല, എൻ്റെ പ്രസംഗം എന്തുകൊണ്ട് ഫെയിലായി പോയി. ഹല്ലേലൂയ. നോഹ ഒരുപക്ഷെ 120 വർഷക്കാലം പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം ഒരു മനുഷ്യൻ പോലും കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഭാര്യയും മക്കളും പോലും ഒരുപക്ഷെ കേട്ട് കാണത്തില്ല. എന്നാലും കരുണ തോന്നിയ ദൈവം അവരെ കൂടെ അകത്ത് കയറ്റിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ 120 വർഷക്കാലം പ്രസംഗിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദൈവശക്തി പ്രസരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത് ഏറ്റെടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് മനുഷ്യൻ്റെ തലയ്ക്ക് മുകളിലൂടെ അത് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ അത് കേട്ടുകൊണ്ട് ചില മൃഗങ്ങൾ പോലും രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മൃഗങ്ങൾക്ക് പോലും മാനസാന്തരമുണ്ടായി. മൃഗങ്ങളെ വിളിച്ചപ്പോൾ മൃഗങ്ങൾ ഓടിക്കേറി വന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം തൻ്റെ പ്രവൃത്തി ഒരിക്കലും അവസാനിപ്പിക്കുന്നതല്ല. ഇന്ന് പകൽ മടുത്തു പോകരുത്. അടുത്ത് കരകടത്ത് പറഞ്ഞ മടുത്തു പോകരുത്. ആത്മീകത്തിൽ മടുത്തു പോകരുത്, മടുത്തു പോകരുത്, മടുത്തു പോകരുത്. തീ കത്തിക്കൊണ്ടിരിക്കണം, നിന്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗം കേട്ട് മടുത്തു പോകരുത്, ആരാധിച്ച് മടുത്തു പോകരുത്, ഹല്ലേലൂയ, ആരാധനയ്ക്ക് പോയി മടുത്തു പോകരുത്, സഭയ്ക്കകത്ത് വന്നിരുന്ന് നീ മടുത്തു പോകരുത്. നിന്റെ അകം കത്തിക്കൊണ്ടേയിരിക്കണം. ഓരോ സെക്ഷൻ കഴിയും തോറും നിന്റെ വിശ്വാസം വർദ്ധിക്കണം. ഓരോ നാളും ദിവസവും കഴിയുന്നതിനനുസരിച്ച് നിന്റെ ഹല്ലേലൂയ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് മടുപ്പുണ്ടാകരുത്. പറഞ്ഞിട്ട് മടുപ്പുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. ശക്തമായിട്ട് കൈയടിച്ചാട്ടെ, ശക്തമായിട്ട് കരമടിച്ചാട്ടെ. മടുപ്പ് മാറട്ടെ. ശക്തമായി ആഞ്ഞടിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ കൈ വേദനിക്കുന്നത് പോലെ അടിച്ചാട്ടെ. ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ, ഉറക്കെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മടുപ്പ് ഉണ്ടാകുന്ന സ്പിരിറ്റുകൾ അടിയട്ടെ. യെസ്, ഹല്ലേലൂയ ജീസസ്. അന്യഭാഷ ഉറക്കെ പറഞ്ഞാട്ടെ, ഉറക്കെ അന്യഭാഷ പറഞ്ഞാട്ടെ. യെസ്, ഒരു തരത്തിലുള്ള മടുപ്പും ഉണ്ടാകരുത്. ആത്മീക മരവിപ്പുകൾ അഴിയട്ടെ, ആത്മീക മടുപ്പുകൾ അഴിയട്ടെ. യെസ്, ആത്മാവിന്റെ വലിയ ഒഴുക്കുണ്ടാകട്ടെ. മടുപ്പ് മാറട്ടെ. ആത്മീക മടുപ്പുകൾ മാറിപ്പോകട്ടെ. യെസ്, അന്ധകാര ശക്തികൾ ഉടഞ്ഞു മാറട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകമുള്ള ഒരു കൂട്ടം പേർ ഇതിനകത്ത് വന്നിരിക്കുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ലോകം മ്ലേച്ഛത കൊണ്ടും ശാപം കൊണ്ടും നിറയുമ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ സമയമായി. നിന്റെ സീസണായി ഇതിനകത്തിരിക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നിന്റെ സീസണായിരിക്കുക. ഹല്ലേലൂയ ജീസസ്. എന്റെ സീസണായി എന്ന് പറഞ്ഞാട്ടെ. എന്റെ സീസണായി. ആമേൻ പറഞ്ഞ ഏറ്റെടുത്ത് പറഞ്ഞാട്ടെ. എന്റെ സീസണായി പറഞ്ഞാട്ടെ. ഇതെന്റെ സീസണാണ്. പറഞ്ഞോ. ഓരോ വ്യക്തികളും വായി തുറന്ന് പറ, ഇതെന്റെ സീസണാണ്. എന്നെ ദൈവം തിരഞ്ഞെടുത്ത പടകിനകത്ത് കയറ്റിയിരിക്കുക. നീ ഇപ്പോൾ ഇരിക്കുന്നത് പെട്ടകമാണ്. രക്ഷയുടെ പെട്ടകത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇത് നിന്റെ സീസണാണ്.
നീ മരിച്ചു പോകേണ്ടവനല്ല, നീ തകർന്നു പോകേണ്ടവനല്ല. മരണത്തീന്ന്, ശാപത്തീന്ന്, തകർച്ചയിന്ന്, ദാരിദ്ര്യത്തീന്ന് ദൈവം മഹത്വം കാണിക്കാൻ നിന്നെ തെരഞ്ഞെടുത്ത് ദൈവസഭയെന്ന പെട്ടകത്തിനകത്ത് കേട്ടിരിക്കുന്നു. നിന്റെ മരണം നീങ്ങിപ്പോയി, നിന്റെ മരണം നീങ്ങിപ്പോയി, നിന്റെ തകർച്ച നീങ്ങിപ്പോയി, നിന്റെ ദാരിദ്ര്യം നീങ്ങിപ്പോയി, നിന്റെ ശാപം നീങ്ങിപ്പോയി. ഇന്ന് പകൽ സകലതും നീങ്ങി ഇപ്പോൾ നീ മഹത്വത്തിനകത്തിരിക്കുന്നു, ഗ്ലോറിക്കകത്ത് കയറിയിരിക്കുന്നു, നീ പെട്ടകത്തിനകത്ത് കയറിയിരിക്കുന്നു. ഈ പെട്ടകത്തിനകത്ത് കയറിയ നിന്നെ ദൈവ പദ്ധതിക്കകത്ത് നിശ്ചിത സ്ഥാനത്ത് ദൈവഹിതപ്രകാരം പണിത് എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കേണ്ട ചുമതല ദൈവത്തിനാണെങ്കിൽ അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ എടുത്തിട്ടുണ്ട്. എന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ച് 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 ദൈവം നിന്നെ വിടുവിച്ച് എന്റെ ദൈവം നിനക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നിന്നെ മാനിച്ച് നിന്നെ ഉയർത്തി നിന്റെ സ്ഥിതി മാറ്റി നിന്നെ ഈ പെട്ടകത്തിൽ നിന്ന് പുറത്തിറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പിശാച് പെട്ടകത്തിന് ചുറ്റും ഇറങ്ങി നടന്ന് നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാ പറയുന്നു, ഞാൻ നിന്നെ അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാതിൽ അടച്ചിട്ടുണ്ട്. ആർക്കും നിന്നെ തൊടുവാൻ സാധിക്കയില്ല. ഒരു മരണത്തിന് നിന്നെ തൊടുവാൻ സാധിക്കയില്ല. ഒരു ശാപത്തിന് നിന്നെ തൊടാൻ സാധിക്കയില്ല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീ വാഗ്ദത്തം പ്രാപിക്കും. നീ വാഗ്ദത്തം പ്രാപിക്കും. നീ കേട്ട ദൂത് സംഭവിക്കും. നീ വാഗ്ദത്തം പ്രാപിക്കും. നിനക്ക് മരണമില്ല, നിനക്ക് ശാപമില്ല, നിനക്ക് തകർച്ചയില്ല, നിനക്ക് രക്ഷ മാത്രം. Yes, in Jesus. Hallelujah. Glory, 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 glory. Praise the Lord. Praise the Lord. സുവിശേഷം കേട്ടവരൊക്കെ അതിനെ റിജക്റ്റ് ചെയ്തു. പക്ഷെ പെട്ടകത്തിനകത്ത് ദൈവമാണ് ആ മനുഷ്യനെ കയറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിയുള്ള ചിലരെ തെരഞ്ഞെടുത്ത് ദൈവം പെട്ടകത്തിനകത്ത് കയറ്റിയിരിക്കും. അത് പല സ്വഭാവത്തിലുള്ളവരാ, പല രൂപത്തിലും ഭാവത്തിലും പല കൾച്ചറിലും പെട്ട, പല ജാതി മത വിഭാഗത്തിൽപ്പെട്ട, പല വ്യത്യസ്ത സ്വഭാവ ചിന്താഗതിയിൽപ്പെട്ട സകലരെയും ദൈവം തെരഞ്ഞെടുത്ത് ഇതാ പെട്ടകത്തിനകത്ത് കയറ്റിയിരിക്കുക. എന്നിട്ട് പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നീ കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെ തൊടാൻ ഒരു ശക്തിക്ക് പറ്റത്തില്ല, പകർച്ചവ്യാധിക്ക് പറ്റത്തില്ല, മരണക്കെടുതികൾക്ക് പറ്റത്തില്ല. Praise the Lord. ഈ പെട്ടകം ഇനി ഉറക്കണമെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്നാലേ നിനക്കിനി ഇറങ്ങാൻ പറ്റത്തില്ല. Praise the Lord. അതുകൊണ്ട് നീ ഇനി ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട, വറിയാകേണ്ട കാര്യമില്ല. നീ ഇടയ്ക്ക് വെച്ച് നശിച്ചു പോകുമെന്ന് നീ വിചാരിക്കേണ്ട കാര്യമില്ല. ദൈവം സുരക്ഷിതമായി അടച്ചിരിക്കുക. ദൈവത്തിന്റെ സുരക്ഷിത കരത്തിൽ നീ ഇരിക്കുകയാണ്. ദൈവം വാതിലടച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കയറ്റിയ ദൈവം നിശ്ചയിക്കുന്ന സ്ഥലത്തല്ലാതെ നിനക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല. ഫ്ലൈറ്റിനകത്ത് കയറിയാൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ബാംഗ്ലൂരിൽ പോകുന്ന, ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഒരു ഫ്ലൈറ്റിനകത്ത് നമ്മൾ കയറി പൊങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബസ്സിനകത്ത് കയറി ഇരിക്കുന്ന പോലെ ട്രെയിനകത്ത് കയറി ജസ്റ്റ് പൊങ്ങിയ ഉടനെ എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഇറക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ബാംഗ്ലൂരിൽ എത്തുന്നത് വരെ അതിനകത്തുനിന്ന് ഇറങ്ങാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൈലറ്റ് എന്ത് ചെയ്തു? അതിൻ്റെ സകല സംഭവം അടച്ചിരിക്കുകയാണ്. ഇനി ആ പൈലറ്റ് വിചാരിക്കുന്ന സ്ഥലത്തെ ഇതിറങ്ങത്തുള്ളൂ. അതിനകത്തുനിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ആർക്കും ചാടി രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നതുപോലെ ഇതിനകത്ത് കയറിയ നിന്നെ ഇതിൻ്റെ ഇടയിൽ വെച്ച് ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നിനക്ക് സാധിക്കത്തില്ല. നിന്നെ പൈലറ്റാകുന്ന യേശു ക്രിസ്തു ഇറക്കേണ്ട സ്ഥലത്ത് മാത്രമേ നീ ഇറങ്ങത്തുള്ളൂ. നിന്നെ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്.
ഉറപ്പിക്കാൻ പോവുകയാണ്. ആത്മാ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് വന്നിരിക്കുന്ന നിന്നെ ഉറക്കേണ്ട സ്ഥലത്ത് വേഗത്തിൽ ചെന്ന് ഉറപ്പിക്കാൻ സമയമായിരിക്കുന്നു. നീ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടതായ സമയമായിരിക്കുന്നു. യെസ്, ഹല്ലേലൂയ ജീസസ്. ഇത് ബസ്സല്ല, ട്രെയിനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നീ കയറിയതല്ല, നിന്നെ കയറ്റിയതാ. ഹല്ലേലൂയ. നീ ഓടി വന്ന് കയറിയതല്ല ഇത്. ഹല്ലേലൂയ. നിന്നെ ദൂതനെ വിട്ട് ദൈവം കെട്ടഴിച്ച് എവിടെയോ കിടന്ന നിന്നെ ദൂതനെ വിട്ട് കഴുതയായ നമ്മളെ കെട്ടഴിച്ച് പ്രൈസ് ദി ലോർഡ് ദൈവം കൈ പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കെട്ടഴിച്ചവൻ അറിയാം, കയറ്റിയവൻ അറിയാം, നിന്റെ ഭാവി എന്തെന്ന് അവൻ അറിയാം. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. നീ സുഖമായി കിടന്നുറങ്ങ്. നിനക്ക് ദൈവം തരുന്ന പ്രൊവിഷൻ നീ അനുഭവിക്ക. ഹല്ലേലൂയ ജീസസ്. പെട്ടകത്തിനകത്ത് കയറിയവന് ഒരു ടെൻഷനും ഇല്ല. കാരണം കരുതുന്നവൻ ഞാനല്ലയോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നോട് പറഞ്ഞോ 1 ഏക്കർ സ്ഥലം 5 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എല്ലാം എടുത്തോണ്ട് സഭയ്ക്കകത്തോട്ട് കയറാൻ ഇല്ല. വെറും കയ്യോടെ ലോകത്തിനുള്ളതെല്ലാം വിട്ടിട്ട് അതുവരെയുള്ള സകലത്തിനെയും വിട്ടിട്ടാണ് ദൈവം നിന്നെ പെട്ടകത്തിനകത്ത് കയറ്റിയത്. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല, നീ വെറും സീറോയാണ്. പക്ഷെ ഹീറോയായ ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകത്തിനകത്ത് നിനക്ക് ജോലിയില്ല, നിനക്ക് സ്വസ്ഥത, സമാധാനം, തക്ക സമയത്ത് ആഹാരം, തക്ക സമയത്ത് തട്ടി ഉണർത്താൻ ദൂതന്മാർ, തക്ക സമയത്ത് നീ പറയുന്നത് ചിന്തിക്കുന്ന ആഹാരം, ഫുഡ്, അക്കോമഡേഷൻ, ഫുഡ്, എല്ലാം, വസ്ത്രം, എവരിതിങ്. ഹല്ലേലൂയ. അകത്ത് കയറ്റിയവൻ പ്രൊവൈഡർ ആണ്. ജീസസ് ഈസ് അവർ പ്രൊവൈഡർ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു പ്രതികൂലവും പ്രതിസന്ധിയും മരണവും തകർച്ചയും സൂയിസൈഡും കടഭാരവും എല്ലാം നമ്മുടെ ലൈഫിലോട്ട് വന്നപ്പോഴാണ് ഒരു സുവിശേഷം നമ്മൾ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. പെട്ടകത്തിനകത്തു നിന്ന് ഇറങ്ങിയ നോഹയ്ക്കും കുടുംബത്തിനും 9-ാം അധ്യായം എടുത്താട്ടെ, അതിനകത്ത് ദൈവം ഒരു വലിയൊരു പ്രോമിസ് കൊടുക്കുകയാണ്. ഇന്ന് ഈ കേരളത്തിനകത്ത് അതിഭയങ്കരമായ ദാരുണമായ പ്രതിസന്ധികളിലൂടെ ജനം കടന്നു പോവുകയാണ്. വലിയൊരു മഴ ഈ ദേശത്തിൽ പെയ്തു. അത് നാശത്തിൻ്റെ മഴയായിരുന്നു. നോഹയുടെ കാലത്തും നാശത്തിൻ്റെ ഒരു മഴ പെയ്തു. പക്ഷേ മഴയ്ക്ക് ശേഷം പ്രൈസ് ദി ലോർഡ് ദൈവം ഒരു വലിയ ഉണർവയ്ക്കാനിടയായി. കേരളം, ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു റിവൈവൽ ഇന്ത്യയിൽ വെളിപ്പെടാൻ സമയമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മഴക്കെടുതി പ്രശ്നങ്ങളെല്ലാം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് 10,000-കണക്കിന് ജനങ്ങൾ ഓടിക്കയറാൻ പോകുന്നു. 10,000-കണക്കിന് ജനങ്ങൾ, ജാതികൾ ഓടിക്കയറാൻ പോകുന്നു. ഇതുവരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉണർവ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇന്ത്യയെ വിഴുങ്ങിക്കളയുന്ന ഒരു പ്രളയമായി ഇന്ത്യൻ സഭ, കേരളത്തിലെ സഭകൾ ലോകരാജ്യങ്ങളെ വിഴുങ്ങുന്ന അഭിഷിക്തന്മാർ ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോവുകയാണ്. 6-ാം അധ്യായത്തിനകത്തും 7-ാം അധ്യായത്തിനകത്തും പ്രളയവും കെടുതിയും മഴയും വെള്ളവുമായിരുന്നെങ്കിൽ 9-ാം അധ്യായം ആരംഭിച്ച് നമുക്ക് കേൾക്കാം. ദൈവം അവരെ ഉറപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തു? ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. ഇതാ ഒരു അനുഗ്രഹം വരാൻ പോവുകയാണ്. നമ്മുടെ കാതുകൊണ്ട് കേട്ടത്, ഈ അനുഗ്രഹം വരുന്നതിന് മുമ്പ് കേട്ടത് മുഴുവനും, കണ്ടത് മുഴുവനും വെള്ളത്തിൻ്റെ മുകളിൽ ചത്ത് കിടക്കുന്ന ജഡങ്ങളെയാണ് അവർ കണ്ടത്. തകർച്ചയുടെ ഭയങ്കര ശബ്ദങ്ങൾ അവർ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം അവരെ അരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനമാകുന്ന സഭയ്ക്കകത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. ഇനി നിത്യതയ്ക്കകത്ത് ഉറപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്കകത്ത് കയറ്റി ഉറപ്പിച്ച നിന്നോട് ദൈവത്തിന് പറയാനുള്ളത്, നിന്നോട് മാത്രമല്ല പറയാനുള്ളത്, നിന്റെ കുടുംബത്തോടും കൂടെ ഒരു അനുഗ്രഹം വരിപ്പെടുകയാണ്.
അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ. പറയാണ്, നമ്മൾ ഇനി പെരുകാൻ പോവുകയാണ്. സഭ പെരുകാൻ പോവുകയാണ്. ദൈവസഭ പെരുകാൻ പോകുന്നു. ഓ ജീസസ്, നിന്റെ കുടുംബം പെരുകാൻ പോകുന്നു. നിന്റെ സമ്പത്ത് പെരുകാൻ പോകുന്നു. അവർക്ക് സന്താനങ്ങൾ മാത്രമല്ല പെരുകിയത്, അവർ ഒരു കുടുംബമായി വെളിവന്നതിന് ശേഷം ദേശം മുഴുവനും പരക്കുവാൻ തക്കവണ്ണം അവരെ ദൈവം സമ്പത്ത് കൊണ്ട് നിറച്ചു, ആരോഗ്യം കൊണ്ട് നിറച്ചു, നന്മ കൊണ്ട് നിറച്ചു. ഒരു വലിയ പെരുകുന്ന അവസ്ഥ ദൈവസഭയ്ക്കകത്ത് വിശ്വാസികളുടെ ഇടയിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. സകല മനുഷ്യർക്കും ദൈവമകനെന്ന നിന്നെ കാണുമ്പോൾ, നിന്റെ പേര് കേൾക്കുമ്പോൾ, ഇവന്റെ കൂടെ ദൈവമുണ്ട്. ഇവൻ ഒറ്റയ്ക്കല്ല. ഇവൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനാണ്. ഇവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളവനാണ്. ഇവൻ ഒറ്റയ്ക്കല്ല എന്നൊരു ഭയം ദേശത്തിന് മുഴുവനും നിന്നെക്കുറിച്ച് ഉണ്ടാകാൻ പോവുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. നിന്റെ ശത്രുക്കൾ ഭയപ്പെടാൻ പോകുന്നു. നിനക്ക് വിരോധമായി മന്ത്രവാദം ചെയ്തവർ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് അറിഞ്ഞ് ഭയപ്പെടാൻ പോവുകയാണ്. നിന്റെ മരണം കാണാൻ കാത്തിരുന്നവർ ഭയപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി. സകലരും ചിന്തിച്ചത് നോഹയും കുടുംബവും ചത്ത് പൊങ്ങി കിടക്കുമെന്ന. പക്ഷേ ഇല്ല. സകല ഭൂചര ജന്തുക്കളും ജാതികളും കാണത്തക്ക രീതിയിൽ നോഹയും കുടുംബത്തെയും ഒരു ഭയമാക്കി ദൈവം മാറ്റുകയാണ്. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സകലരെയും നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുക. നിങ്ങൾ ഒരിക്കലും നിസ്സാരന്മാരല്ല. നിങ്ങളുടെ ദേശം, നിങ്ങളുടെ പട്ടണം നിന്റെ കയ്യിലാണ്. നീ എവിടെയാണോ ആ ദേശത്തിൽ മുട്ടുകുത്തി നീ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ആ ദേശം ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുന്നു. പട്ടണം നിന്റെ കയ്യിൽ തരാൻ പോകുന്നു. നിന്റെ ബന്ധുക്കളെ നിന്റെ കയ്യിൽ തരാൻ പോവുകയാണ്. ജാതികൾ നിന്റെ വാക്ക് കേൾക്കാൻ പോകുന്നു. നിൻ പറയുന്ന സുവിശേഷം അവർ കേൾക്കാൻ പോവുകയാണ്. കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ച് അവരുടെ മുമ്പിൽ നിർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14 ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിൽ ഉണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലുള്ള സകല മനുഷ്യരെയും വെള്ളത്താൽ വലിയൊരു നാശമുണ്ടായതിനു ശേഷം ദൈവം മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഒരു വലിയ ഉടമ്പടി ചെയ്യാനിടയായി. അതാണ് നമ്മൾ കാണുന്ന മഴവില്ല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മഴവില്ല് കാണുമ്പോഴൊക്കെയും ദൈവം ഒരു നിയമം ഓർക്കുന്നു. ഇനി ഞാൻ മനുഷ്യനെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങൾ, ഉടമ്പടികളെ ഓർത്ത് അത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിരോധമായി വെള്ളം പൊങ്ങുകയില്ല. നമ്മുടെ ദേശത്തിൽ വെള്ളം കവിഞ്ഞൊഴുകയില്ല. യെശയ്യാ 43 പറയുന്നു, വെള്ളം നിന്നെ കവിയുകയില്ല, തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വ്യക്തമായി ദൈവം കൊടുത്ത വാഗ്ദത്തമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മരണം കഴിഞ്ഞു, ശാപം നിറഞ്ഞ അവസ്ഥ കഴിഞ്ഞു, നിരാശകൾ ഭാരങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തു വന്ന ജയാളികളായി പുറത്തു വന്ന ജനത്തെ നോക്കി ദൈവം ഏറ്റവും വലിയ വാഗ്ദത്തം കൊടുത്തു. നിങ്ങൾ ഇനി ഭൂമിയിൽ എന്ത് ചെയ്യും? പെരുകാൻ തുടങ്ങുന്നു, അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നു. ഇനി നിങ്ങൾ ഒരു സ്ഥലത്ത് ഒതുങ്ങത്തില്ല. ലോകം മുഴുവനും നിങ്ങൾ പടരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സഭകൾ ഈ ദിവസങ്ങളിൽ ഉണരാൻ പോവുകയാണ്. കേരളത്തിലെ സകല സഭകൾക്കകത്തും ഇതുവരെ ഇല്ലാത്ത ജനം ഓടിക്കയറാൻ പോകും. ഒരു സഭ പോലും ഇല്ലാതെ സത്യത്തിനും ആത്മാവിലും ആരാധിച്ച ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന അഭിഷിക്തന്മാരെ ദൈവം റിവൈവലിന് വേണ്ടി യൂസ് ചെയ്യാൻ പോവുകയാണ്. വലിയൊരു ഉണർവ് സംഭവിക്കാൻ പോകുന്നു. കേരളത്തിലുള്ള സകല സഭകളും ദൈവം
വർദ്ധിപ്പിക്കാൻ പോകുന്നു. ചർച്ചുകൾക്കൊക്കെ അത്ഭുതങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു. ഈ തെക്ക് നിന്നൊരു അഗ്നി, ഇന്ത്യയെ വിഴുങ്ങുന്ന ഒരു അഗ്നി വെളിപ്പെടാൻ പോകുന്നു. നമ്മുടെ സഭയ്ക്കകത്ത് റിവൈവൽ സംഭവിക്കാൻ പോകുന്നു, ഉണർവ് സംഭവിക്കാൻ പോകുന്നു. ഇതിനകത്ത് നിന്ന് അനേക റിവൈവലിസ്റ്റുകൾ എഴുന്നേക്കാൻ പോകുന്നു, ശുശ്രൂഷകന്മാർ എഴുന്നേക്കാൻ പോകുന്നു. അത്ഭുതകരമായ മാറ്റങ്ങൾ നിന്റെ കുടുംബത്തിൽ, തലമുറയിൽ സംഭവിക്കാൻ പോകുന്നു. വ്യക്തിപരമായ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുക. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശക്തമായ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പകൽ അസാധാരണമായ ഒരു ദൈവശക്തി ഈ കാലഘട്ടത്തിൽ ദൈവം എന്നെ റിവൈവലിസ്റ്റായി എഴുന്നേൽപ്പിക്കുകയാണ്. നോഹയെ പോലെ നേരുള്ളവനായി, നിഷ്കളങ്കനായി, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന നീതിമാനായ ഒരു വ്യക്തിയായി ദൈവം എന്നെ കണ്ടതുകൊണ്ട് കർത്താവ് എന്നെ ഈ പെട്ടകത്തിനകത്ത് കയറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കയറിയതല്ല, ദൈവം എന്നെ കയറ്റിയതാണെങ്കിൽ ദൈവം എന്നെ ഉറപ്പിക്കാൻ ഇടയാകും. ഞാൻ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കത്തില്ല, കാരണം എൻ്റെ പ്രൊവൈഡർ ജീസസ് ആകുന്നു. പ്രൈസ്. ദൈവം എൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കൊരു വർധനവുണ്ട്, എനിക്കൊരു വളർച്ചയുണ്ട്. എനിക്ക് മരണം എന്നെ ഇനി തൊടുകയില്ല.